കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഓ, ഇപ്പൊ മനസ്സിലായി. ആദ്യത്തെ ഭാര്യയും എത്തിയതോടെ അവളുടെ ഭാര്യ പോസ്റ്റിന് റിസ്ക് ആണെന്ന് കരുതി ഇറങ്ങിപ്പോയതാണോ? ഊർമിളേ, ആരെങ്കിലും കുത്തി നോവിച്ചില്ലെങ്കിൽ നിനക്ക് ഉറക്കം വരില്ലേ? വരില്ലല്ലോ അമ്മേ. ഇപ്പൊ എന്റെ അനിയത്തിയായിട്ട് ഞാൻ ആരെയാ കാണേണ്ടത്? വൈദേഹിയാണോ അതോ മാളവികയാണോ? പെട്ടെന്ന് ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്ക്. എന്റെ ചക്കര അനിയത്തിയോട് കാണിക്കാനുള്ള സ്നേഹം തുളുമ്പുന്നമ്മേ. എന്ത് ചെയ്യാനാ, ഇതിനെക്കുറിച്ച് ആലോചിച്ചാലോചിച്ച് തല പൊട്ടിപ്പോകുന്ന അവസ്ഥയാ. ഇതൊന്നും പോരാഞ്ഞിട്ട് വൈദേഹി ഭർത്താവിനോടോ അമ്മായിയമ്മയോടോ അനുവാദം ചോദിക്കാതെ എങ്ങോട്ടോ മുങ്ങിയിരിക്കുന്നു. എന്തൊരു ടെൻഷനാമേ ഇത്. അത്രയ്ക്ക് അങ്ങോട്ട് ടെൻഷൻ അടിച്ച് ചാവേണ്ട കാര്യമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. വൈദേഹി എവിടെ പോയതാണെങ്കിലും വീടുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിന് പോയതാവും. അവൾ എന്ത് ചെയ്താലും വീടിന് നന്മയുണ്ടാവുന്ന കാര്യങ്ങളെ ചെയ്യൂ. ഭാര്യയെക്കുറിച്ച് അതിഭയങ്കര പോസിറ്റീവ് ഒപ്പീനിയൻ ആണല്ലോ. പയ്യെ പയ്യെ ഞാൻ അതങ്ങ് ഇല്ലാതാക്കും. നീ കണ്ടോ, വൈദേഹി ഇങ്ങ് വന്നല്ലോ. നീ എവിടെ പോയതായിരുന്നു വൈദേഹി? എല്ലാം പറയാൻ ദേവേട്ടാ. എല്ലാരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. അച്ഛനും ഉണ്ടല്ലോ അല്ലേ? ഞാനൊന്ന് വിളിക്കട്ടെ. അച്ഛനൊന്ന് ഇങ്ങോട്ട് വരുവോ? എന്താ മോളെ കാര്യം? എല്ലാം ഞാൻ പറയാമേ. അച്ഛനൊന്ന് വരുവോ? എന്താ? കഴിഞ്ഞ ദിവസം അച്ഛൻ ഞങ്ങളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താന്ന് പറഞ്ഞിരുന്നല്ലേ? അതെ മോളെ, അതിൽ മാറ്റമൊന്നുമില്ല. അച്ഛൻ കണ്ടെത്തും മുന്നേ ഞാനൊരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് അച്ഛാ. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഭാര്യ പദവി അവള് റിസൈൻ ചെയ്തിരിക്കുക. അതല്ലേ പരിഹാരം. കൺഗ്രാറ്റുലേഷൻസ് ദേവാ, ഇനി തൊട്ട് പുതിയൊരു ഭാര്യ. ഊർമിളേച്ചി, കുറച്ചു നേരം വായന അടച്ചു പിടിക്കാൻ പറ്റൂ? വൈദേഹി, അങ്ങനെ പതുക്കെ പറഞ്ഞാലൊന്നും അവൾ അടങ്ങാൻ പോകുന്നില്ല. മുഖത്ത് നോക്കി മിണ്ടി പോരെന്ന് പറ. അങ്ങനെയെങ്കിലും ഒന്ന് അടങ്ങട്ടെ. പരിഹാരോ? എന്ത് പരിഹാരം? അമ്പലത്തിൽ വെച്ച് കണ്ടത് ഇവള് പറയാൻ പോവായിരിക്കൂ. പറഞ്ഞാലും എന്തു പറയാനാ? സംശയമുണ്ടെന്ന് പറയുമായിരിക്കും. അസൂയ കൊണ്ടാണെന്നേ എല്ലാവരും കരുതൂ. പറയും മോളെ, എന്താ നിന്റെ പരിഹാരം? വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛന്റെ അനന്തരവളുമായിട്ട് ദേവേട്ടന്റെ കല്യാണം കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞത്? അതെ മോളെ. ഈ മാളവിക അച്ഛന്റെ അനന്തരവളല്ലാന്നിരിക്കട്ടെ. അപ്പോ ദേവേട്ടൻ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയെന്ന് പറയുന്നത് കള്ളല്ലേ? കള്ളാവുമ്പോ മാളവിക ഒരിക്കലും ദേവേട്ടന്റെ ഭാര്യയാവാനും സാധ്യതയില്ല. ഞാൻ അനന്തരവളല്ലെന്ന് ഇവക്കെങ്ങനെ മനസ്സിലായി? എന്ത് തെളിവിന്റെ പുറത്താ ഇവളിങ്ങനെ സംസാരിക്കുന്നത്? നീ എന്താ മോളെ പറയുന്നേ? ഇവള് ഞങ്ങളുടെ അനന്തരവള് തന്നെയല്ലേ? പിന്നെന്തിനാ നിനക്ക് അങ്ങനെ ഒരു സംശയം? ചില സത്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞതുകൊണ്ടാ. ശരിയാണമ്മേ, ഈ മാളവിക ഇവിടുത്തെ അച്ഛന്റെ അനന്തരവളല്ല.
എന്റെ പൊന്നു വൈദേഹി, പരിഹാരം എന്നൊക്കെ പറഞ്ഞപ്പോ നീ വല്ല മഹാത്യാഗവും ചെയ്യാൻ തയ്യാറായോന്ന് ഞാൻ പേടിച്ചു. പകരം മാളവികയ്ക്ക് പണി കൊടുക്കാൻ നോക്ക. അവൾ ഇവിടുത്തെ കുട്ടിയല്ലെന്നും പറഞ്ഞ് അവളെ ഇവിടെ നിന്ന് പുറത്താക്കിയ നിന്റെ തടസ്സം മാറിക്കിട്ടുമെന്നതല്ലേ നിന്റെ മാസ്റ്റർ പ്ലാൻ? വാ, എന്തൊരു കുരുട്ടു ബുദ്ധിയാ നിന്റെ. നിന്റെ നല്ല പിള്ളച്ചമയലിന് പുറകിൽ ഇത്രയും വികൃതമായൊരു മുഖം കൂടി ഉണ്ടായിരുന്നല്ലേ? ചേച്ചി, അജയേട്ടൻ പറഞ്ഞത് തന്നെയാ ശരി. വെറുതെ പറഞ്ഞ ഊർമിളേച്ചി കേക്കില്ല. കുറച്ചു നേരം മിണ്ടാതെ നിന്നോണം. ഞാനീ പറഞ്ഞത് സ്വാർത്ഥതയല്ല, ദേവേട്ടനെ വിട്ടുകൊടുക്കാൻ പറ്റത്തോണ്ടുമല്ല. അവളീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ ഞാൻ തന്നെയല്ലേ അവളെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്നത്. ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിഞ്ഞെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞിട്ടും ഞാനൊരു ശത്രുവിനെ പോലെ അവളെ കണ്ടിട്ടില്ല. അവകാശമില്ലാത്ത ഒരാൾ വന്ന് ഇവിടുത്തെ അനന്തരവളാണെന്ന് പറയുമ്പോ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു പൊള്ളയായ ബന്ധത്തിന്റെ പേരിൽ അച്ഛന്റെ സ്നേഹവാത്സല്യങ്ങൾ അവകാശമില്ലാത്തടത്ത് എത്തരുത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ വൈദേഹി. മാളവിക അമ്മായിയുടെ മരുമോളല്ലെന്ന് ഏത് അടിസ്ഥാനത്തിലാണ് നീ പറയുന്നത്? അവളുടെ പ്രവൃത്തികളിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അവള് ജനിച്ചു വളർന്നു എന്ന് നമ്മളോട് പറഞ്ഞ ആ അനാഥാലയത്തിൽ ഞാൻ പോയിരുന്നു. അവിടെ ചെന്ന് വിവരം തിരക്കിയപ്പോൾ എനിക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു. അവിടെയുള്ളവർക്കാർക്കും ഈ മാളവിക ആരാണെന്ന് പോലും അറിയില്ല എന്നുള്ളതാ. ഇവൾ അനാഥാലയത്തിൽ പോയി എൻക്വയറി നടത്തിയെന്നോ? ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വൈദേഹി, നീ പറയുന്നൊക്കെ സത്യമാണോ? അതെ ദേവേട്ട, ഇതിനു മുമ്പ് ഒരു ദിവസം ഇവളെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞതല്ലേ. ദേവേട്ടനെ വിശ്വസിക്കാഞ്ഞത്. സംശയം തീർക്കാൻ ഞാൻ അവിടെ ചെന്ന് എല്ലാം അന്വേഷിച്ചു. അങ്ങനെ എന്റെ സംശയം ശരിയാണെന്ന് തെളിഞ്ഞു. അവള് ദേവേട്ടന്റെ മുറപ്പെണ്ണല്ല. ദേവേട്ടൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടുമില്ല. എന്താ മോളെ ഇതല്ല? വൈദേഹി പറയുന്നത് സത്യമാണോ? അപ്പൊ നീ എന്റെ ശാന്തമ്മയുടെ മകളല്ലായിരുന്നോ? എന്താ മോളെ, വൈദേഹി പറഞ്ഞതൊക്കെ നീ കേട്ടില്ലായിരുന്നോ? എന്നിട്ട് നീ എന്തൊന്നും മിണ്ടാത്തെ? അപ്പോ ശരിക്കും നീ ശാന്തയുടെ മകൾ അല്ലെന്നാണോ പറയുന്നത്? ചോദിച്ചത് കേട്ടില്ലാന്നുണ്ടോ? ആരാ നീ? എന്തിനാ ഇങ്ങോട്ട് വന്നത്? ചോദിച്ചതിന് ഉത്തരം പറയുന്നത് നിനക്ക് നല്ലത്. എന്താ ഞാൻ പറയേണ്ടത് ദേവേട്ടാ? സോറി. ഇപ്പൊ ഞാൻ ചേട്ടന്റെ മുറപ്പെണ്ണല്ലാന്നല്ലേ വൈദേഹി പറഞ്ഞേ? അപ്പൊ അവകാശവാദങ്ങളും ഇല്ല. സത്യത്തിൽ എന്താ ഇവിടെ നടക്കുന്നതെന്ന് എനിക്കൊന്നും പിടികിട്ടുന്നില്ല ദേവേട്ട. വഴിയെ പോയവളെ രക്ഷിച്ച് ദേവേട്ടനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഇവിടുത്തെ അനന്തരവളാണെന്ന് പറഞ്ഞ് എന്റെ കഴുത്തിലെ താലി കണ്ടിട്ട് ചെറുപ്പത്തിലെ കല്യാണം കഴിഞ്ഞതാണെന്നും, എന്നിട്ടിപ്പോ അതൊന്നും അല്ലെന്ന് പറഞ്ഞ എല്ലാം പറഞ്ഞത് നിങ്ങൾ തന്നെ. ഇതിനിടയ്ക്ക് ഞാൻ എന്ത് പറയാനാ?
ഇവിടെ ഞാൻ നിൽക്കുന്ന താല്പര്യമില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ പോയേക്കാം. എന്തിനാ വെറുതെ ഓരോന്ന് പറയുന്നത്? ഇത് എന്തിനു വേണ്ടിയുള്ള പുതിയ നാടകോ? നീ പറഞ്ഞതാണ് സത്യമെങ്കിൽ അനാഥാലയത്തിൽ ചെന്നപ്പോ നിന്റെ വിവരങ്ങൾ അവിടെ എന്തുകൊണ്ടില്ല? നീ ആരാണെന്ന് പോലും അവർക്കറിയില്ല എന്ന് അവരെന്തിനു പറയണം? ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്റെ വാക്കിൽ അച്ഛന് വിശ്വാസമില്ലെങ്കിൽ നമുക്ക് അനാഥാലയത്തിൽ ചെന്ന് ചോദിക്കാം. അവര് പറയട്ടെ. അവൾ ആരാണെന്നുള്ളത് അവിടെ തെളിയല്ലോ. മോളെ മാളവികെ, എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല. എന്റെ മോള് സത്യമായിട്ട് എന്റെ അനന്തരവളല്ലേ? ഇതെന്ത് ചോദ്യം? ഇങ്ങനെ ചോദിച്ച അവള് സത്യം പറയോ? അവിടെ ചെന്നാലല്ലേ കാര്യങ്ങൾ അറിയൂ. എന്താച്ചാ, പോയിട്ട് വന്നാലോ? നമുക്ക് പോവാം. അത്ര കോൺഫിഡന്റ് ആയിട്ട് നീ പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അവിടെ തന്നെയാവും. പിന്നെ എന്താണാവോ വൈദേഹി അന്വേഷിച്ചത്? സത്യത്തിൽ നീ പറഞ്ഞ അനാഥാലയത്തിലേക്ക് തന്നെയാണോ ഈ വൈദേഹി പോയിട്ട് വന്നത്? എന്നാ പിന്നെ നമുക്കെല്ലാവർക്കും കൂടി ഒന്നിച്ചങ്ങോട്ടേക്ക് പോവാം. അപ്പോ എല്ലാവരുടെ സംശയങ്ങളും ഒന്നിച്ചു തീരും. ഇപ്പൊ അങ്ങോട്ടേക്ക് ചെന്നാ പിടിക്കപ്പെടുമല്ലോ. എങ്ങനെയെങ്കിലും ഈ കാര്യം മന്ത്രി സാറിനെ അറിയിക്കണം. പോയിട്ട് വരാച്ച. വാ അമ്മേ പോവാം. ഒരു മിനിറ്റ്, ഞാൻ ഫോൺ എടുത്തിട്ട് വരാം. നിക്കവിടെ. നീ ഇപ്പൊ എന്തിനാ പോകുന്നത്? ഫോൺ എടുത്തിട്ട് വരാം. നിക്കവിടെ. തൽക്കാലം ഫോണും കൊണ്ട് കളിക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടുന്ന് വന്നിട്ട് എടുത്താ മതി. എന്താ നോക്കുന്നേ? നടക്ക. അച്ഛനിങ്ങോട്ട് വന്നേ. നീ എന്തിനാ മാളവിക ഇങ്ങനെ പേടിക്കുന്നത്? നീ വളർന്നെന്ന് പറഞ്ഞ അനാഥാലയം ഇത് തന്നെയാണെന്ന് ഉറപ്പാണല്ലോ അല്ലേ? നമ്മൾ ഒരിക്കൽ ജീവിച്ച സ്ഥലത്തേക്ക് വീണ്ടും വരുമ്പോ എന്തൊരു ഉത്സാഹമായിരിക്കും. എന്നിട്ട് നീ എന്താ ആകെ പേടിച്ച് അരണ്ട പോലെ? പാവം, നിന്റെ ആൾക്കാരെല്ലാം ഇവിടെ നിന്റെ വരവും കാത്തിരിക്കാം. നമസ്കാരമുണ്ട് വർമ്മ സാറേ. മേഡം എന്താ പിന്നെ ഇങ്ങോട്ടേക്ക്? കുറച്ചു മുമ്പേ എനിക്ക് തെറ്റുപറ്റിയതാ. മറ്റേതോ ആശ്രമത്തിലേക്ക് പോണ്ടതിനു പകരം ഇങ്ങോട്ട് വന്നതാന്നല്ലേ പറഞ്ഞത്? എന്നാൽ അങ്ങനെയല്ല. എനിക്ക് അഡ്രസ്സ് തെറ്റിയിട്ടില്ലെന്ന് എന്റെ കുടുംബത്തിലെ എല്ലാവരും ഒന്ന് അറിയിക്കണായിരുന്നു. എന്തിനാ പുറകോട്ട് മാറി നിൽക്കുന്നേ? ഇങ്ങോട്ട് മുന്നിലേക്ക് മാറി നിൽക്ക. ഇനി പറയ്, നീ വളർന്നത് ഈ അനാഥാലയത്തിൽ തന്നെയാണോ? അതെ, ഇവിടെ തന്നെയാണല്ലോ. എന്താ മോളെ മാളവികെ, സുഖമായിട്ടിരിക്കുന്നു?
എന്താ മോളെ, ഇവിടെ നിന്ന് പോയതിനു ശേഷം നീ ഞങ്ങളെയൊക്കെ മറന്നുപോയല്ലേ? ഞാൻ ആരാണെന്ന് പോലും അറിയാത്തവര് അറിയാവുന്ന പോലെ അഭിനയിക്കുന്നുണ്ടെങ്കിൽ ഇതുറപ്പായിട്ടും മന്ത്രി അങ്കിളിന്റെ പ്ലാനാ. ഞാനും അതുപോലെ തന്നെ അഭിനയിച്ചേക്കാം. അയ്യോ, ആന്റി എനിക്ക് മറക്കാൻ പറ്റുമോ? ആന്റിയും ഈ ആശ്രമവും ഇല്ലായിരുന്നെങ്കിൽ ഞാനും ഉണ്ടാവില്ലല്ലോ. ഇവിടെ ഉണ്ടായിരുന്നപ്പോ എത്ര ഉന്മേഷവതിയായിരുന്നു. വാ തോരാതെ എല്ലാരോടും സംസാരിച്ചോണ്ടിരുന്നതാ. നീ പോയതിനു ശേഷം ശരിക്കും ഇവിടെ ഉറങ്ങിയ പോലെയായി. പോട്ടെ, സാരമില്ല. എന്തായാലും നിനക്കൊരു നല്ല കുടുംബം കിട്ടിയല്ലോ. മോളെ ചിത്ര, സംഗീത, പൂജ, ദേ നിങ്ങളുടെ ചേച്ചി വന്നിരിക്കുന്നു. മാളവിക ചേച്ചി, വാ മക്കളെ. ചേച്ചി സുഖായിരിക്കുന്നോ ചേച്ചി? എനിക്ക് ഇത്ര ദിവസം കണ്ടിട്ട് എല്ലാവർക്കും സുഖാണോ? എന്താ മേഡം ഇത്? എല്ലാവരും മാളവിക അറിയാവുന്ന പോലെ പെരുമാറുന്ന എന്തിനാ? കുറച്ചു മുന്നേ ഞാൻ ചോദിച്ചപ്പോ മാളവിക ആരാന്ന് അറിയില്ലെന്നല്ലേ മേഡം പറഞ്ഞത്. ഞാൻ വഴി തെറ്റി കയറി വന്നാണെന്ന് മേഡം പറയുകയും ചെയ്തു. എന്നിട്ട് ഇപ്പൊ എന്താ പറ്റിയത്? അതെന്താ മാഡം, കുറച്ചു മുമ്പ് ഇവിടെ വന്ന് ചോദിച്ചപ്പോ അവളിവിടെ ഉണ്ടായിരുന്നല്ലേ ഞാൻ പറഞ്ഞു. ഈ ഇടയ്ക്ക് അവളുടെ അമ്മാവന്റെ വീട്ടിൽ പോയെന്ന് ഞാൻ പറഞ്ഞതല്ലേ. പറയാത്ത കാര്യം എന്തിനാ മാഡം പറയുന്നത്? എന്താ വൈദേഹി ഇതൊക്കെ? അയ്യോ, ഇതൊന്നും അല്ല അച്ഛാ. ഇവരെന്നോട് ഇങ്ങനെ അല്ല പറഞ്ഞത്. സത്യമായിട്ട് എന്നോട് അറിയില്ല എന്നാ പറഞ്ഞ്. അറിയാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യം ഉണ്ടായിരുന്നു അച്ഛാ. എന്താ നിങ്ങൾക്ക് പറ്റിയേ? എന്തിനാ ഇപ്പൊ നിങ്ങൾ വാക്ക് മാറ്റുന്നേ? അപ്പൊ ഞാൻ ഫോണില് ഫോട്ടോ നിങ്ങളെ കാണിച്ചതും അല്ലേ? ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? അതോ, അത് നീ മനസ്സിലാക്കിയതിന്റെ പ്രശ്നം. നീ ആ ഫോട്ടോ കാണിച്ചിട്ട് ഈ ഫോട്ടോ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ ആ ഫോട്ടോ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് അത് ഈ അനാഥാലയത്തിൽ വെച്ച് എടുത്തതല്ലാത്തോണ്ടാ. അല്ലാതെ ഫോട്ടോയിലുള്ളത് മാളവിക അല്ലാന്നല്ല ഞാൻ പറഞ്ഞത്. എന്തിനാ നിങ്ങൾ ഇങ്ങനെ കള്ളം പറയുന്നേ? ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഒരാൾ ഈ ഫോട്ടോ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കോ? അതോ ഫോട്ടോയിലുള്ള ആളെ അറിയാമോ എന്ന് ചോദിക്കോ? സോറി മാഡം, എനിക്കപ്പോ അങ്ങനെയാ തോന്നിയത്. എന്നാലും ഫോട്ടോയിൽ എന്തിരിക്കുന്നു? ദേ മാള് ഇവിടെ തന്നെ നിപ്പുണ്ടല്ലോ. ഇവിടെ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. ചെറുപ്പം മുതൽ ഇവിടെ വളർന്ന കുട്ടിയല്ലേ. ഇപ്പൊ മാഡം പെട്ടെന്ന് ചോദിക്കുമ്പോ ഇല്ലാന്ന് പറയാൻ പറ്റുമോ? ഒന്നുമല്ല, നിങ്ങൾ എന്തിനോ കള്ളം പറയുന്നു. ഞാൻ ഇവിടെ വന്നിട്ട് പോയതിനു ശേഷം എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. പ്ലീസ് മേഡം, എന്ത് കാര്യത്തിനാ നിങ്ങൾ ഇങ്ങനെ കള്ളം പറയുന്നേ? ഈ മാളവിക തന്നെ എന്തോ ചെയ്തത്. നമ്മളെല്ലാവരെയും വിശ്വസിപ്പിച്ച് എത്ര ബുദ്ധിയോടെ അവള് നമ്മുടെ വീട്ടിൽ കയറി കൂടിയത്. അതേ ബുദ്ധിയോടെ ഇവിടെ ഉള്ളവരെ ഇവിടെ കയ്യിലെടുത്തതാ. ഇതിത്തിരി കൂടിപ്പോകുന്നില്ലേ വൈദേഹി? നീ വീട്ടിലേക്ക് വന്ന അനാഥാലയത്തെക്കുറിച്ച് പറഞ്ഞപ്പോ തൊട്ട് മാളവിക നമ്മളോടൊപ്പം തന്നെ ഉണ്ടല്ലോ. നമ്മളോടൊപ്പം തന്നെ അവൾ ഇങ്ങോട്ടും വന്നത്. ഇതിനിടയ്ക്ക് ആരെന്തു മാറ്റിയെന്നാ? ചേച്ചി, ദയവ് ഇത് ചേച്ചി ഇതിനകത്ത് ഇടപെടരുത്. ചേച്ചിക്ക് ഒന്നും അറിയില്ല. വൈദേഹി, അവൾ ഈ വീട്ടിലെ മൂത്ത മരുമോളാ. അത് നീ മറക്കണ്ട. എന്നാ നിങ്ങളെല്ലാരും പോയി കളിച്ചോളൂ. ബൈ. എന്താ കഥ? നന്നായി പോയി.
അങ്ങനെയല്ല ഉദ്ദേശിച്ച. മതി, ഇതോടെ നിർത്തിക്കോ. വേണ്ട അമ്മായി, ഇവിടെ വെച്ച് അനാവശ്യ വർത്താനങ്ങൾ വേണ്ട. ഇവിടെയുള്ളവർക്കാർക്കും ഇങ്ങനെയുള്ള വഴക്കുകൾ കണ്ട് ശീലമില്ല. നിനക്ക് എന്താ പറ്റിയത്? എന്തൊക്കെ നീ ചെയ്തു കൂട്ടുന്ന? വന്നു കയറി ഇവളോട് എല്ലാവരും ക്ഷേമം അന്വേഷിച്ചു. അതെല്ലാം മനഃപൂർവ്വമായിരുന്നെങ്കിൽ ഒരാളെങ്കിലും അവളെ അറിയില്ല എന്ന് പറയേണ്ടതായിരുന്നില്ലേ? ആ കുട്ടികൾ പോലും പാവാകെ പേടിച്ചു നിൽക്കുക. ഇത്രയും നാൾ ഒന്നിച്ച് ജീവിച്ചവരാ, എന്നിട്ട് അകന്നു പോയതിന്റെ വേദന ആ കുഞ്ഞുങ്ങളുടെ കണ്ണുകളിൽ കാണാൻ പറ്റുന്നില്ലേ? അതൊക്കെ കള്ളത്തരാണെന്നാണ് നീ പറഞ്ഞു വരുന്നത്? എന്ത് സ്ഥാപിച്ചെടുക്കാനാ നീ ഇതൊക്കെ ചെയ്യുന്നത്? എന്റെ മോൾക്ക് ചെറുപ്പത്തിലെ അമ്മയെ നഷ്ടപ്പെട്ടതാ. ഒരു അനാഥയെ പോലെ വളർന്നിട്ട് ഇപ്പൊ സ്വന്തം കുടുംബത്തിലെത്തിയപ്പോ എല്ലാവരും സന്തോഷിക്കുന്ന സമയത്ത് നീ ആ സന്തോഷം ഇല്ലാതാക്കാനാണോ ശ്രമിക്കുന്നത്? പോട്ടെ, സാരമില്ല, വിടമ്മേ. മാളവിക ഇവളുടെ ഭർത്താവിനെങ്ങാനും തട്ടിക്കൊണ്ടു പോകുമെന്നുള്ള ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആ ഇതൊക്കെ. അതിന്റെ മലക്കം മറിച്ചില്ല ഇത്. നീ കുറച്ച് വിവരമുള്ള പെണ്ണാണെന്നാ ഞാൻ കരുതിയിരുന്നത്. ഇത്രയും വലിയ മണ്ടിയാണെന്ന് ഇപ്പോഴാ ഞാൻ അറിഞ്ഞത്. അവള് വളർന്ന ആശ്രമത്തിൽ കയറി വന്ന് അവളെ കുറിച്ച് ചോദിച്ചാ അവളെ അറിയില്ലെന്ന് പറയുമെന്ന് നിനക്കെങ്ങനെ തോന്നി? സാരമില്ല, വിട്ടുകള. ഭർത്താവിനെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടിക്ക് എന്തൊക്കെയോ ചെയ്തു കൂട്ടിയതല്ലേ. ഒരു വട്ടത്തേക്ക് അങ്ങ് ക്ഷമിച്ചേക്ക്. നീ എന്ത് ചെയ്താലും കൃത്യമായി ആലോചിച്ച് ചെയ്യുമെന്ന് ഞാൻ കരുതിയത്. അതുകൊണ്ടാണ് നീ വിളിച്ചപ്പോ ഞാനും പോകുന്നത്. പക്ഷെ ഇതിങ്ങനെയാവുമെന്ന് ആരറിഞ്ഞു? സാരമില്ല, നിന്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്റെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും ഇങ്ങനെയൊക്കെ പെരുമാറിയെന്നിരിക്കും. പക്ഷെ മേലാൽ ഇത് ആവർത്തിക്കരുത്. എല്ലാവർക്കും അറിയാം,